എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂത്ത് ഈസ് പവർ, യൂത്ത് ഈസ് എനർജി, ഗിവ് ഇറ്റ് ഡയറക്ഷൻ. വളരെയധികം പ്രസക്തമായിട്ടുള്ള നല്ലൊരു ടോപ്പിക്കാണിത്. ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതിലെ യുവാക്കളാണ്, യൂത്താണ്. ആ യൂത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മനസ്സിൽ വേറെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങളോ ഒന്നും തന്നെയല്ല. വളരെ ഫ്രഷാണ് അവർ. മാനസികമായിട്ട് വളരെ ഫ്രഷാണ്. അതുപോലെ ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും വേറെ ഒരു ബുദ്ധിമുട്ടും നേരിടാത്ത ഒരു പ്രായമാണിത്. വളരെ അങ്ങേയറ്റം എനർജി ഉള്ള ഒരു പ്രായമാണ്. ആ പ്രായത്തിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ നല്ല രീതിയിൽ നയിക്കുക എന്നുള്ളത് ആ സമൂഹത്തിലെ മുതിർന്നവരുടെ ഒരു ചുമതല തന്നെയാണ്. അത് വേറെ ആരും വന്ന് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ പലരും പറയാറുണ്ട് അത് കോളേജുകാരുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ശരിയാണ്, രാഷ്ട്രീയ നേതാക്കന്മാർ പലപ്പോഴും യുവാക്കളെയാണ് തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോകുന്നത്, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട്. അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, തെറ്റുകൾ പലപ്പോഴും ചെയ്യുന്നത് യുവാക്കളാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ചിന്ത തെറ്റാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവരെ നേർവഴിക്ക് നടത്താനായിട്ട് ആരും ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ നമ്മളിൽ മുതിർന്ന പല ആളുകൾക്കും ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും, പണ്ടത്തെ കാലത്തൊക്കെ പല സ്കൂളിലെ ടീച്ചേഴ്സ് പോലും ആ സ്കൂളിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതല്ലാതെ സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചെങ്കിലും ചില കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. ഇന്നത്തെ കാലത്ത് സിലബസ് കൂടുന്നതനുസരിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പം സ്കൂളുകാരെ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ എന്താ പറയുന്നത്, രാഷ്ട്രീയ നേതാക്കൾ ഇത് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടിക്കെങ്കിലും എന്തെങ്കിലും നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു, നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമുണ്ടായി എന്ന് നമുക്ക് വിചാരിക്കാം. ഈ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ നേർവഴിക്ക് നടത്താനായിട്ട് തന്നെ അത് ധാരാളം മതി. ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾ ശരിയല്ല, മുതിർന്നവർ പലരും പറയാറുണ്ട്. കാരണം എന്താ പറയുന്നത്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്, തെറ്റായ രീതിയിലാണ് പോകുന്നത്, എന്താ പറയുന്നത്, ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളാണ്. പക്ഷെ അവരും കുട്ടികൾ തന്നെയാണ്, ചെറുപ്പക്കാരാണ്. അവർക്ക് എവിടെയെങ്കിലും ആ ഒരു എനർജി കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നേരെ ആയിട്ടുള്ള വഴിയിൽ നമ്മൾ തിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ആളുകളായി മാറാൻ അവർക്കും സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമുക്കും അത് ശ്രമിച്ചുകൂടാ? നമ്മൾ വലിയ കാര്യം നേടിയെടുത്തോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും നമ്മൾ വഴി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടായി എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഏറ്റെടുക്കാം. നമ്മുടെ ചുറ്റുമുള്ള യുവാക്കളെ നല്ല വഴിക്ക്, നേർവഴിക്ക് നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് തീർച്ചയായിട്ടും നമുക്ക് ശ്രമിച്ചാൽ എല്ലാവർക്കും അതിന് സാധിക്കും. അപ്പം അങ്ങനെ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമ്മുടെ ചുറ്റുമുള്ള യുവാക്കൾക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. അതുവഴി നമുക്ക് ഈ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നേടിക്കൊടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.